ഇപ്പോൾ പുതിയ വർഷം എടുത്തു. ഇപ്പോൾ 1-ാം തീയതി നന്നാവാം, അടുത്ത വർഷം നന്നാവാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തോ. നന്നാവണൊരു നന്നാവട്ടെ. അപ്പോൾ വേറെ ഒന്നല്ല, ഒരു ചെറിയ സിമ്പിൾ പരിപാടിയാണ്. നമ്മുടെ ലൈഫിലെ ഏത് സിറ്റുവേഷൻ വേണേലും നമുക്ക് എടുക്കാം. ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ലഹരിയാണ് കേട്ടോ. അപ്പം അതിനും കുറച്ച് പ്രയാസമുണ്ട്. മനക്കെട്ടി ഉണ്ടെങ്കിൽ അത് സെറ്റാവും. ഞാൻ കുറേ ട്രൈ ചെയ്യണ്, സെറ്റായി കൊണ്ടാണ് പറയണത്. അപ്പോൾ വേറെ ഒന്നല്ല, ഒരു ഉദാഹരണം പറയുകയാണെങ്കിലേ, ഒരു സിഗരറ്റ് വലി നമുക്ക് എടുക്കാം. അപ്പോൾ ഒരു സിഗരറ്റ് വലിക്കാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ 2 ചിന്ത വരും. അപ്പോൾ ആ ചിന്തനെ നമുക്ക് AB എന്ന് പറഞ്ഞിട്ട് എടുക്കാം. നമ്മളോട് പറയും വലിക്കണ്ട, വേണ്ട, പൊക്കോ, എന്തിനിപ്പോൾ വലിച്ചിട്ട്, ആ രീതിയിൽ പറയും. പിന്നെ B എന്ന് പറയുമ്പോൾ B നമ്മളോട് പറയും എടാ വലിക്കടാ, ഇന്നും കൂടി അല്ലേ വലിക്കി, അതിനിപ്പോൾ എന്താ എന്നൊക്കെയുള്ള ആ രീതിയാവും. അപ്പം അതാണ് കറക്റ്റ് ടൈം. അതിൽ നമ്മൾ എന്താണോ എടുക്കണേ അതുപോലെ ഇരിക്കും നമ്മുടെ ലൈഫ്. പിന്നെ നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും ഏറ്റവും കൂടുതൽ ബീനെ ആയിരിക്കും ചൂസ് ചെയ്യുക. നമ്മൾ നാളെ നീളെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിടും. അപ്പം കറക്റ്റ് ടൈം, കറക്റ്റ് സാഹചര്യം നോക്കിയിട്ട് കറക്റ്റ് പിക്ക് ചെയ്ത് ഇങ്ങോട്ട് എടുക്കുക, എല്ലാം സെറ്റാവും. പിന്നെ ഉപദേശിക്കാനായിട്ട് ഇപ്പം ഞാനൊരു അല്ല, പിന്നെ ഈ വലിയും കൂടി ഒന്നും ഇല്ലാത്ത ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് ഓരോന്ന് പറയുമ്പോൾ നമുക്കങ്ങോട്ട് തല പൊളിയും. അപ്പോൾ അതിൽ പെട്ടവർക്ക് അറിയുള്ളൂ തിരിച്ചു വരാൻ പറ്റാണ്ടൊക്കെ നിൽക്കണതിൻ്റെ ഓരോ സിറ്റുവേഷൻ. അപ്പം അതിൽ പെട്ട ആൾക്കാർ ഒരു ഇത് വന്നിട്ട് പറയുമ്പോൾ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് വിചാരിക്കുക, അത്രേ ഉള്ളൂ. ഇത് പറയുമ്പോഴും 10% ആൾക്കാർ ഇത് കേൾക്കും, അത് ശരിയാണല്ലോ എന്ന് വെച്ചിട്ട് കണക്റ്റ് ആവും. ബാക്കി ഒരു 90% ആൾക്കാർക്കും ഒരു തേങ്ങി മനസ്സിലാവില്ല. അവർ ഇപ്പോഴും അതേപോലെ തന്നെ പുച്ഛിച്ച് ഇങ്ങനെ നിൽക്കും, ഒന്ന് പോടാ, ഒന്ന് റെഡി ആവില്ല എന്ന് വെച്ചിട്ട്. അവരുടെ അവസ്ഥ മനസ്സിലാവും, കാരണം അതിൽ പെട്ട ഒരാളായിരുന്നു ഞാനും. അപ്പോൾ സെറ്റാവും. നമുക്ക് ഓരോ ടൈം ഉണ്ട്, ആ ടൈമിൽ കറക്റ്റ് മനസ്സിലാവും. അത് നമ്മൾ തിരിച്ചറിവുകൾ നമ്മൾ തന്നെ കൊണ്ടുവരണം, എന്നാലും നടപടിയാവുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ നമ്മളെ മേലെ നിന്ന് ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ മേലേക്ക് തിരിച്ചെടുക്കാനായിട്ട് മുമ്പ് ഇതിൻ്റെ ഭവിഷ്യത്തൊക്കെ എന്താണെന്നുള്ളത് നമ്മളെ മനസ്സിലാക്കിപ്പിച്ചിട്ടേ എടുക്കൂ. അപ്പം അതും കൂടി നമ്മളൊന്ന് കരുതിയിരിക്കുക. അപ്പം അതിൻ്റെ പീക്ക് ലെവലിലേക്ക് പോകണായിട്ട് മുമ്പ് മാറാൻ പറ്റുന്നവരൊക്കെ മാറാം, ബാക്കി വരണോടത്ത് വെച്ച്. അപ്പം അത്രേ ഉള്ളൂ. അപ്പം എന്നാൽ ശരി, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ.